നന്നായിട്ട് കാണിക്കുന്നുണ്ട് എന്റെ ഫോൺ. തരുവോന്നോ അണ്ണേ? സീക്രട്ട് തുമ്പിയെ പിടിച്ചോട് അണ്ണാ. ഇത് താൻ റൊമാൻറ്റിക്. ഇതാ നിന്നെ പിന്നെ കണ്ടോളാം. അതെന്തിന്? നന്നായിട്ട് കാണിക്കുന്നുണ്ട് എന്റെ ഫോൺ. സൗണ്ട് അതല്ല. ആശ്വാസായി. ആ മനുഷ്യഹൃദയം കണ്ടോ? ഐസ് കട്ട പോലെ അലിഞ്ഞുപോയി. നീ കൊറേ നേരമായിട്ട് സൗണ്ട് കാണിക്കാൻ പറയണ്ടല്ലോ. നിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഒറ്റ ഒരുത്തനൊക്കെ കാരണക്കാരൻ. നീ കൊറേ നേരമായിട്ട് സൗണ്ട് കാണിക്കാൻ പറയണ്ടല്ലോ. ഇവിടുന്ന് ഒരു കിളി പറന്നു പോയത് എനിക്ക് തോന്നും ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. എനിക്ക് തോന്നും എനിക്ക് ഇതിനാണ് നല്ല സൗണ്ട് ഇല്ലേ. എനിക്ക് അതിന് പ്രശ്നം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചിത്രോ? ചിത്ര. എന്ത് ചിത്രം? പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാവും. ഞങ്ങൾ പല തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് ചിത്രം കണ്ട്? നീല ചിത്രമാണോ? നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. അത് ചോദിക്ക് അല്ല, നീല ചിത്രത്തിനുള്ള കുഴപ്പം എന്താ കുഴപ്പം? അതല്ല സത്യം. അതല്ല നല്ല സംഭവല്ലേ. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വഞ്ചനാവുന്നവരെ? ആണ്. അതിന് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്, സൈറ്റുകളുണ്ട്, പുതിയ ഒരുപാട് രീതികളുണ്ട്. എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. പല വിധത്തിലും ഉണ്ടല്ലേ, കണ്ടല്ലേ? നീ സംസാരിക്കും, ഞാൻ എന്നോട് സംസാരിക്കും. ശരിയാക്കും. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ?